ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം അതിനുവേണ്ടി ചെറുമോളുടെ ബ്രദറും നാത്തൂനും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ജസ്റ്റ് ഒന്ന് സിറ്റിയൊക്കെ ഒന്ന് കറക്കാൻ വേണ്ടി കൊണ്ടുപോകണം. മമ്മീനെ നമ്മള് മറ്റേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോയിട്ട് തിരിച്ചു വന്നു മമ്മി. അതെ, മമ്മിയുടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസും നമ്മൾ ഇട്ടിട്ടില്ല. മമ്മി ഒരാഴ്ച മമ്മി എത്തി ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റി കറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ഇവിടുത്തെ ട്രെയിനിൽ കയറാനായിട്ട് നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ അല്ലേ? അല്ല, ഇവർ ഓൾറെഡി കയറിയിട്ടുള്ള ഇവർ പെർത്തിന്ന് വന്നതാണ്. ഇവിടുത്തെ ട്രെയിനിൽ കയറാനായിട്ട്. അത് മെൽബണിലെ ട്രെയിനിൽ കയറാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി എല്ലാവർക്കും ഒരുമിച്ച് ചുമ്മാ ഒന്ന് സിറ്റി പോയി കറങ്ങാം. പിന്നെ കുഞ്ഞിന്റെ ഫസ്റ്റ് ട്രെയിൻ ട്രിപ്പാണ്. അതെ, ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ഫ്ലൈറ്റിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ട്രെയിനിൽ കയറിയിട്ടില്ല. ഫ്ലൈറ്റിലും കാര്യം. അതുപോലെ അവിടെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് സിറ്റിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയാണ് വെച്ചത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ മെൽബണിലെ ട്രെയിൻ അല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ട് വിക്ടോറിയ. നമുക്ക് അകത്തേക്ക് കയറിയാലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. സോയിക്കോട്ടൻ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണല്ലോ നമ്മളെ. സോയിക്കോട്ടൻ നോക്കിയിരിക്കുകയാണ് നമ്മളെ, കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് അവിടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് മെൽബൺ ട്രെയിൻ കയറിയിട്ട്? എനിക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല, ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ അപ്പുറത്തേക്ക് വയ്യ പോട്ടെ. ഓക്കെ, പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എല്ലാവരെയും ചിരിച്ച് കാണിച്ചിട്ടല്ലേ. ഇതാകുമ്പോൾ സീറ്റ് ബെൽറ്റും ബേബി സീറ്റൊന്നും വേണ്ട. സൈഡിൽ നല്ല വ്യൂ അല്ലേ. അങ്ങനെ നമ്മൾ പോയപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ കിടന്ന വേറൊരു ട്രെയിൻ പോകുന്നു. അകത്ത ആൾക്കാരെ നോക്കുക, കാരണം ഇങ്ങനെ അധികം പുറത്തിറങ്ങിയ ആൾക്കാരെ കാണുന്നില്ലല്ലോ ട്രെയിനിലൊക്കെ കയറി. സോയിക്കൂടെ വഴിയിലേക്ക് നോക്കി, അവിടെ നല്ല വ്യൂ ഉണ്ട്. അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. പുറകെ ഇരിക്കുന്ന ആൾക്കാരുടെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലേ നമ്മളെ. ട്രെയിനൊക്കെ കേട്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഉറക്കം വരുന്നുണ്ടോ? നമുക്ക് അവിടെ ചെന്ന് ക്രിസ്മസ് സ്റ്റാറൊക്കെ കാണണം. സോയിക്കോട്ടോ, ഇങ്ങനെ ക്രിസ്മസ് സ്റ്റാർസൊക്കെ കാണണം. എന്നെ കാണിക്കുന്നേ, ഇതെന്നെ ചെയ്യുന്നേ? സോയിക്കോട്ടിന് ഇച്ചിരി ദേഷ്യം വരുന്നുണ്ടല്ലേ. ഈ ഒരു സ്റ്റോപ്പാണ് കേട്ടോ നമ്മുടെ MCG മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു വഴി നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകാം കേട്ടോ. ട്രെയിനെ വന്നിങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിലാണ്. ഇവിടെയാണ് ഫെഡ് സ്ക്വയറും നമ്മുടെ മെൽബണിലെ ഒരു സിറ്റിയിലെ ഒരു മെയിൻ ഏരിയ ആണ്. ഇവിടെയാണ് ഡെക്കറേഷനൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ബാ. അപ്പം നമുക്ക് പയ്യെ പുറത്തേക്ക് കയറാം. ഈ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി എല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സിറ്റിയിലെ വന്ന വീഡിയോയ്ക്കകത്ത് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പോപ്പുലർ, ഇവിടുന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ തന്നെ ഒരു പോപ്പുലർ ട്രെയിൻ സ്റ്റേഷനാണ്. വാവ്, ഇവിടെ ഈ സ്ട്രീറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയല്ലേ. ആ ട്രീ ഈ പ്രാവശ്യം ഇല്ലല്ലേ? പക്ഷേ ഇതുപോലെ കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം ഇങ്ങനെ അടിപൊളിയൊക്കെ വെച്ചിരിക്കുകയാണ്. അതെ, ഇതൊക്കെയാണ് മെൽബണിലെ ക്രിസ്മസ് വിശേഷങ്ങൾ. നമുക്ക് ഫെഡ് സ്ക്വയറിലേക്ക് പോകാം അല്ലേ? അടുക്കാറായതിൻ്റെ തിരക്കുകളൊക്കെ ഇപ്പോഴേ കാണാം. കുറച്ചും കൂടി ഇരുട്ടിക്കഴിയുമ്പോഴാണ് സിറ്റിയൊക്കെ ഒന്നുകൂടെ ലൈവ് ആകുന്നത് അല്ലേ മോളെ? മമ്മി കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ മമ്മി ക്രിസ്മസിന്? മമ്മി അന്ന് ഇവിടെ ഒന്ന് കറങ്ങിയതാ. അതെ, അങ്ങനെ മെൽബണിലെ സ്ട്രീറ്റുകളൊക്കെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. കുറേ അധികം സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാ സ്ട്രീറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പരിപാടിയും വെറുതെ വിടുവല്ലേ. ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം ഡെക്കറേഷൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. കുഞ്ഞെല്ലാവരും നോക്കിയിരിക്കണോ? നോക്കിക്കോട്ടെ, ഇവിടെ നോക്കി കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. കുഞ്ഞിനാണ് ഇഷ്ടം പോലെ സ്റ്റാറും ഉണ്ടല്ലോ ഇന്ന് ഇവിടെ അല്ലേ? ഇച്ചിരി കഴിഞ്ഞാലേ ലൈറ്റ് വരത്തുള്ളൂ, ട്രീ ഒക്കെ ആവുള്ളൂ. അങ്ങനെ ഇടുവാ, നോക്കാം. ശരിയാ, കുറച്ചുകൂടി ഇരുട്ടിയാലേ നമുക്ക് ആ സിറ്റിയുടെ ഒരു
ലോഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ട്രീ ഒക്കെ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ലൈറ്റൊക്കെ വന്നിട്ട് പോകാം. കുറച്ചുകൂടി ഇരുട്ടിയാൽ ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളേ. അതെ, നമ്മൾ വന്ന കറക്റ്റ് സമയത്തായിരുന്നു ഇന്നലെ. അതിന് നമ്മളെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിൻറ്റ് സ്ട്രീറ്റ് സ്റ്റേഷൻ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ. അതെ അതെ, കുറേ അധികം ക്ലോക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും സമയമാണ്. സിറ്റിയൊക്കെ നല്ല രസമാണ് കേട്ടോ ഇന്ന് കാണാൻ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, എന്നാലും തിരക്കിന് കുറവൊന്നുമില്ല. ആൾക്കാരൊക്കെ ആയി വരുന്നു. നല്ല രസമായിട്ടുണ്ട് സ്ട്രീറ്റൊക്കെ കാണാനായിട്ട്. ഫുള്ള് സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവർ. നമുക്ക് പോയി ട്രീയുടെ അടുത്തേക്ക് പോകാം അല്ലേ? ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് എത്രത്തോളം ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ? ഒരാൾക്ക് ഇവിടെ ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടിയാലും ഇവിടെ രസമാവും അല്ലേ? അങ്ങനെ പയ്യെ നമ്മൾ ഫ്ലിൻറ്റ് സ്ട്രീറ്റിൽ നിന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് എല്ലാവരും കൂടി നേരെ ഫെഡ് സ്ക്വയറിലെത്തി. ഇവിടെ നമ്മുടെ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. മമ്മി എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം ട്രീ? ആ സെയിം തന്നെ, ട്രീ സെയിം തന്നെയാണല്ലോ എല്ലാ വർഷവും. ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നല്ലോ ഇവിടെ കാണാൻ. നമുക്ക് വീഡിയോ എടുക്കാൻ അന്നേരം പറ്റിയില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ പോപ്പുലർ ട്രീ അല്ലേ നമ്മുടെ. ഭയങ്കര ഭംഗിയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മ്യൂസിക് ഇട്ടിട്ട് അതനുസരിച്ചിട്ടാവും ഈ സംഭവം അല്ലേ? അന്നേരം അടിപൊളിയല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ബർത്ത്ഡേക്കാളും അടിപൊളിയാണോ ഇത്? കുറച്ചുകൂടെ വെറൈറ്റി അല്ലേ? അങ്ങനെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രീ. താഴെ ഒരു ഡിസ്പ്ലേ ആണോ നമ്മുടെ? അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ചോദിക്കട്ടോ, വേറെ നോക്കി താഴെ കുട്ടികൾക്കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് അല്ലേ? ആ സൈഡിലല്ലേ? അതെ. അങ്ങനെ ഇതിങ്ങനെ ഈ ഫെഡ് സ്ക്വയറിന് പല സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാം. രാത്രി ആയാലും കുറച്ചും കൂടി അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. എന്ത് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ മോളെ? സോയിക്കൊണ്ടൊക്കെ ഒന്ന് കാണിക്കാം. ബാ, നമുക്ക് അടുത്ത് കണ്ടു വരാം. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. കോഴിക്കോട് സൈഡിലോട്ട് നോക്കിയിരിക്കുക. മമ്മിയോട് ബാക്കിൽ പോയി നിൽക്കുന്നു. ഇമ്മച്ചൻ്റെ ബാക്കിൽ പോയി നിന്നു. അപ്പം മമ്മിനെ നോക്കും. ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ചുമ്മാ എടുത്തേക്കാന്ന് വെച്ചു. കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ നമ്മളെ. ശരിക്കും ഇതിൻ്റെ അടുത്ത ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് താഴേക്ക് ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് താഴേക്ക് ഇറങ്ങണം. അവിടെ ശരിക്കും നല്ല ഡെക്കറേഷൻസ് ഉണ്ട്. സിറ്റിയൊക്കെ നല്ല തിരക്കായിട്ട് വരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ സൈഡിലേക്കും ഉണ്ട് കുറേ. പോസ് ചെയ്ത് നിൽക്കുന്നല്ലേ നമ്മളെ? നല്ല രസമുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ. സീകളിനെ കണ്ട സന്തോഷം നിൽക്കായിരുന്നു ഞാൻ. എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഇവർ ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി ആണ്. ഇത് മൊത്തം പൂക്കളാണ് നോക്കി ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അവിടെയാണെങ്കിൽ അവിടെ പിള്ളേർക്ക് കുഞ്ഞാലാണ്. ഇതേ ഒരാൾ വരുന്നേ. ഒരാളെ പേടിച്ച് നിൽക്കുകയാണോ? ഒരാളെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇതേ പുറകിട്ട് സീകൾ വരുന്നു. ആ കുഞ്ഞിൻ്റെ പുറകെ പോയി. കോഴിക്കോട്ടിന് എന്തായാലും സന്തോഷമായി കേട്ടോ. കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്. നല്ല ഭംഗിയുണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ. അതിൻ്റെ താഴെ കൂടെ പിള്ളേരെല്ലാം അടിച്ചു പൊളിക്കുന്നു. ചെറുമോളെ, വേറെ പിള്ളേരെ കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ ആ പുറകെ പോവേ. ഇതേ പോയി പുറകെ പോകും. അതെ അതെ. എങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ?
ഒരാൾക്ക് ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും കാണണ്ട കേട്ടോ, കുറച്ച് പിള്ളേരെ കിട്ടിയാൽ മതി. പിള്ളേർ പിന്നെ ആ സീകൾ ആ സാധനം ഉണ്ടല്ലോ, പ്രാവിനെ നോക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. സോയിക്കോട്ടെ, എല്ലാത്തിനും ഇഷ്ടപ്പെട്ടോ കൊച്ചിനെ? പല വെറൈറ്റികളാണ് വെച്ച് നോക്കിയപ്പോ. ഇറങ്ങണമെങ്കിൽ കുറച്ചും കൂടി ഇരുട്ടാണ് കേട്ടോ, എന്നാലും കൊള്ളാം, രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഈ ട്രീയുടെ ഒരു ഭംഗി നിങ്ങളെ ഇവിടെ നിന്ന് കാണിച്ചു തരാം. നല്ല വലുപ്പമുണ്ട് കേട്ടോ, കാരണം ആൾക്കാരുടെയൊക്കെ വലുപ്പം ഇത്രയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, നല്ല വലിയൊരു ട്രീ ആണ്, ക്രിസ്മസ് ട്രീ ആണ്. അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ. പറ്റുമെങ്കിൽ നമുക്ക് അതും എടുക്കണം. അതാണ് വിഷമിച്ചിരിക്കുക അവിടെ, എങ്ങനെയാലും ഇവിടെ നിന്ന് ഇറങ്ങണം ഓർത്തുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് കളിക്കാൻ പോകാൻ. ഇവിടെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, ഊഞ്ഞാലാണ്, അണ്ടറൊക്കെ ഊഞ്ഞാലാണ്. അതിൻ്റെ കൂടെ ക്രിസ്മസ് പ്രമാണിച്ച് കൊള്ളാം കേട്ടോ. കാരണം കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അവർക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ഒരു സംവിധാനം ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ആഷുവിനെ കണ്ടാണോ ചിരിക്കുന്ന ഒരാൾ? രാവിനെ പിടിക്കാൻ പോയ ഒരാള്. സ്ട്രീറ്റിന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറി കേട്ടോ. ഇവിടെ ഈ ഒരു പാലത്തെ മൊത്തം ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും കൂടുതൽ ഡെക്കറേഷൻ കാണുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടി വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അപ്പം ആ സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു നല്ല ഭംഗിയായിട്ട് ഇവിടെ എല്ലാം നല്ല സൂപ്പറായിട്ട് ക്രിസ്മസിന് വേണ്ടി അലങ്കരിച്ചിട്ടുണ്ട്. ഇതിനിടെ ട്രാമുകൾ പോകുന്നു. അപ്പോൾ നമുക്ക് പയ്യെ താഴേക്ക് പോയി നോക്കാം. ഓക്കെ, നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അങ്ങേ സൈഡിൽ കണ്ടോ, അങ്ങ് അകലെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. നമുക്കിവിടെ MCG നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നമ്മുടെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ MCG അകലെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരെ ഇത് ഇവിടുത്തെ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെയും കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്നാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. മെറി ക്രിസ്മസ്. അതെ അതെ, ഞാൻ നിങ്ങളൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് ഇവിടുത്തെ എല്ലാ വർഷമുള്ള ഒരു മെയിൻ പരിപാടിയാണ് അതെ, ആ ഒരു ക്രിസ്മസിൻ്റെ എഴുത് സെയിം സാധനം. ഇവിടെ നല്ല രസമാണ് കേട്ടോ. വൈറ്റ് ട്രക്കിംഗ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ അതെ അതെ, ഇതുപോലൊരു ബോട്ട് ഞങ്ങൾ കയറി പോയായിരുന്നു. അതെ, മുന്നോട്ട് പോയി നോക്കാം. അല്ലേ വരുന്നില്ല. കുഞ്ഞ് മാമൻ്റെ കൂടെ മാത്രം നടക്കുകയാണ് ഇങ്ങനെ. മാമൻ കുഞ്ഞിനെ കൊണ്ട് പോസ്റ്റ് ആയിരിക്കുകയാണ്. മാമൻ മടുത്തു. ഇവിടെ വീക്കെൻഡ് ആയിക്കൊണ്ട് ആൾക്കാരെല്ലാം അടിച്ചു പൊളിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ഇന്നലെ ഒന്ന് അടിച്ചു പൊളിച്ചു അല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല സൂപ്പറായിരുന്നു വൈകിട്ടത്തെ ആ ഒരു വൈബ് അല്ലേ. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഇരുട്ടിയാലേ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. എന്നാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻ, ക്രിസ്മസ് വിശേഷങ്ങൾ. ഇതും കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് കാണാം അല്ലേ റോളെ. ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. യെസ്, ഒന്ന് എന്തേ റോളെ, ഇത് തന്നെ ഇത് ഞങ്ങൾ സ്ഥിരം വരുന്ന ആ ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മൾ പണ്ട് മുതലേ വരുന്നതാണ് അവിടെ. ഇന്നലെ പോണി ടെയിൽ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ. പോണി ടെയിലല്ല, പോണി ഫിഷ്. പോണി ടെയിലല്ല, പോണി ഫിഷ് ഐലൻഡ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിൻറ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിനകത്തുനിന്നൊരു ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട്. ഇവിടെ നമുക്ക് കയറാൻ വേണമെങ്കിൽ അതിനുള്ള നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്നാലും MCG റിവ്യൂ ആണല്ലോ. എനിക്ക് ക്രിക്കറ്റിൻ്റെ ഒരു ഭ്രാന്തനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും MCG എന്ന് പറയുന്നത്. ആ, കാരണം അത് നമുക്ക് കുഞ്ഞുള്ളതുകൊണ്ട് അത്രയും നേരം നിൽക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല. പക്ഷേ കുറച്ച് ഇരുട്ടിയാലാണ് അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. അതുപോലെ നിങ്ങളെ വീണ്ടും ഞാൻ കാണിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും നമ്മുടെ MCG ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മൾ മുമ്പേ അകലെ നിന്ന് കണ്ട ആ ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സെറ്റപ്പ് അല്ലേ നമ്മളെ. അതെ, കഴിഞ്ഞ വർഷം ക്രിസ്മസിന്റെ സമയത്ത് ഞങ്ങൾ കുഞ്ഞുണ്ടായ സമയമായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ വന്നില്ല, നിങ്ങൾ വന്നു. ഞാനും ഡാഡിയും മമ്മിയെല്ലാം ഇവിടെ ഒന്ന് കറങ്ങി പെട്ട് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നല്ല രസമാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇന്നാണ് നല്ല വെതർ, മഴ വരും നമുക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ മഴയും പെയ്തില്ല, അധികം ചൂടുമില്ല, തണുപ്പുമില്ല. അതെ,
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഭയങ്കരമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്രിസ്മസിന് വേണ്ടി അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഉള്ളേ. മാത്രമല്ല എല്ലായിടത്തും കമ്പനികളിലൊക്കെ ആണെങ്കിലും ഇനിയിപ്പം നെറ്റ്വർക്ക് ഫ്രീസ് ഒക്കെ ആണല്ലോ. അപ്പം എല്ലാവരും ആ ഒരു വൈബിലാണ്. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അധികം ഇരുട്ടുന്നാണ് വരെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒരാൾ ഇപ്പം തന്നെ ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട് അല്ലേ, ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ പയ്യെ തിരിച്ചു പോവാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു എൻട്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ട്രെയിനിൽ കയറി തിരിച്ചു പോകാൻ പറ്റും. ഒരു 20 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിലേക്കൊന്ന് കറങ്ങി, ഇനി അധികം ഇരുട്ടുന്നോളം വരെ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത്യാവശ്യം കുറച്ച് ഇവിടുത്തെ ക്രിസ്മസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളധികം ഇരുട്ടുന്നോളം വരെ ഇവിടെ നിൽക്കുന്നില്ല. ഫ്ലിൻഡേഴ്സിൻ്റെ മറ്റൊരു എൻട്രി ഇവിടെ ഉണ്ട്. നമ്മളിതിലെ നേരെ ട്രെയിനിൽ കയറി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.